ഓക്കെ, ഓൾ റൈറ്റ്. സോ നമ്മളിന്ന് ആർബൈറ്റ്സ് ബുക്ക് സെക്കൻഡ് ചാപ്റ്റർ സോൾവ് ചെയ്യാണ്. ദിസ് വൺ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ചാപ്റ്റർ. ഫ്രോയിൻ്റെ, കൊളീഗൻ und ich. ഫ്രോയിൻ്റെ ഫ്രണ്ട്സ്, ഫ്രണ്ട്. Kollegen, Kolleg. Ich, I. Was machen die Leute gern? Welcher Satz passt? Kreuzen Sie an. Was macht die Leute gern? Welcher Satz passt? Kreuzen Sie gern. പിക്ചർ നോക്കിയിട്ട് ഏത് സെൻറ്റൻസാണ് ഈ ഫോട്ടോയോട് മാച്ച് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. ആദ്യത്തത്, ich hatte gern, ich fotografiere gern. ഓക്കെ. ich chatte, chatte ചാറ്റ് ചെയ്യുക, ടു ചാറ്റ്. എന്താണ്? ചാറ്റൻ ആണ്, ടു ചാറ്റ്. ഫോട്ടോഗ്രാഫിയറെ, ഫോട്ടോഗ്രാഫിയർ. ഇത് പിക്ചറിൽ ഈ ഫോട്ടോഗ്രാഫിയറെ ഗേൺ ആണ് കറക്റ്റ്. ഈ പിക്ചർ എന്താ? A man is singing. So, ich singe gern, singe. Singen, to sing. Ich höre gern Musik. Höre, hören, to hear. അപ്പോൾ this one, ich singe gern. Next one, ich reisen gern. Sie reisen gern. Okay. Reisen, to travel. Sie joggen gern. Joggen, joggen or joggen, to jog. Gern, like, to like. അപ്പോൾ എന്താ ആൻസർ? സി, ജോഗൻ ഗൺ. രണ്ട് പേരുള്ളത് കൊണ്ട് സി ഫോം. സി, ജോഗൻ ഗൺ. Ich koche sehr gern. Ich gehe gern ins Kino. Koche, kochen, to cook. Gehen, to go. Ins Kino എന്താ? Kino, theater. ഓക്കെ. എന്നിട്ട് പിക്ചറിൽ ഹീസ് കുക്കിംഗ്. സോ ich koche sehr gern. ഇനി sie schwimmen sehr gern. Sie tanzen sehr gern. Schwimmen, to swim. Tanzen, verbal, small letter. Tanzen, to dance. Ich wohne gern in Spanien. Ich lerne gern Spanien. El curso, അതൊരു സ്പാനിഷ് വാക്കാണ്. അപ്പോൾ ich lerne gern. Lernen, to learn. wohnen, wohnen എന്താണ്? to live, ജീവിക്കുക. ഓക്കെ. ഫോട്ടോ എടുക്കുന്നു, പാട്ട് പാടുന്നു, ജോഗ് ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു, പഠിക്കുന്നു. Hören Sie, welche Sätze sind richtig? Kreuzen Sie an. ഓക്കെ, ഇതൊരു ഹ്യോറൻ ഇതാണ്. ഫസ്റ്റ് വൺ ഇതിൽ ഏതാണ് കറക്റ്റെന്ന് ടിക്ക് ചെയ്യണമായിരിക്കും.
വെൽഹെ സാൻസൈസ്ഡ് റിക്സ്റ്റിക് അത് തന്നെ ടിക്ക് ചെയ്യാം. സോ ഹ്യോറൻ കേൾക്കാം. Kapitel 2 Freunde, Kollegen und ich. Aufgabe 1b. Welche Sätze sind richtig? 1. Haben Sie kurz Zeit? Nur ein paar Fragen. Ich bin Andrea Arnold. Ich heiße Nina Weber. Frau Weber, was machen Sie gern? Ich schwimme gern. Und ich gehe sehr gern ins Kino. Chatten Sie auch gern? Nein, das mache ich nicht gern. Ich chatte nicht oft. Vielen Dank, Frau Weber. Bitte, gerne. Zwei. Haben Sie kurz Zeit? Ich habe 2, 3 Fragen. Mein Name ist Andrea Arnold. Ich bin Gregor Jamek. Gregor, was machen Sie gern? Reisen. Ich reise sehr, sehr gern. Ich höre auch gern Musik. Fotografieren Sie auch gern? Nein, ich fotografiere nicht gern. Drei. Und wer sind Sie? Ich bin Julia Rossi. Julia, was machen Sie gern? Ich tanze gern. Das mache ich sehr gern. Und ich jogge auch. Ich jogge oft und sehr gern. Singen Sie auch gern? Nein, ich singe nicht. Vielen Dank. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അവർ പറഞ്ഞത് ഇതിനകത്ത് സിഗേറ്റ് ഗാൺ ഇൻ സ്കിനോ എന്നാണ് പറഞ്ഞത്. ഈ സെൻറ്റൻസ് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഫോട്ടോഗ്രാഫിയർ നിഷ്ടാണ് പറഞ്ഞത്. ഇതിനകത്ത് എന്തെങ്കിലും ന്യായ വ്യാപ്തമുണ്ടോ? ഷ്വിമ്മൻ ടു സ്വിം, ചാറ്റൻ ടു ചാറ്റ്, ഫോട്ടോഗ്രാഫിയറിനറിയാം, താൻസൻ, ജോഗൻ, സിംഗൻ. ഓക്കെ, നെക്സ്റ്റ്. Schreiben Sie für ein Interview Fragen mit zu. Mit du ഫോമിൽ ഇൻ്റർവ്യൂവിൽ ഈ വെർബുകളെല്ലാം കോൺജുഗേറ്റ് ചെയ്താൽ ഫെർവെൻറ്റൻ സി ആലെ വെർബൽ ഈ വെർബുകളെല്ലാം ദു ഫോമിൽ എങ്ങനെയാണ് എന്നുള്ളത് എടുത്തെഴുതാൻ. ഓക്കെ, ആദ്യത്തേത് ചാറ്റൻ. ചാറ്റ് ഇതാണ് അതിൻ്റെ സ്റ്റെമ്മ്. ദു ഫോം ആണെങ്കിൽ നമ്മൾ എസ് ടി ആണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു പ്രത്യേകതയുള്ളത്, നമ്മൾ ഇ എസ് ടി ആഡ് ചെയ്യുന്നത്. ചാറ്റസ്റ്റ് ദു. ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഐ എം നോട്ട് ഷുവർ. കറക്റ്റ്, ചാറ്റസ്റ്റ് ദു. അടുത്തത് ഫോട്ടോഗ്രാഫിയർ. ഇത്രയാണ് അതിൻ്റെ സ്റ്റെമ്മ് അല്ലേ? അതിൻ്റെ കൂടെ എസ് ടി. ഫോട്ടോഗ്രാഫിയർസ്റ്റ് ദു. ജോഗൻ. ജോഗ് ഈ ഇ എൻ ആണല്ലോ എൻഡിങ്. ജോഗ് അതിൻ്റെ കൂടെ എസ് ടി. ജോഗ്സ്റ്റ് ദു. ഷ്വിമ്മൻ, ഷ്വിംസ്റ്റ് ദു. സിംഗൻ, സിംഗ്സ്റ്റ് ദു. ടാൻസൻ, എസ് ടി. ടാൻസ്റ്റ് ദു. ഓക്കെ. Was machen Sie gern? Was machen Sie nicht gern? എന്തെങ്കിലും ഒരു കാര്യം എഴുതാൻ. Ich koche gern. കോഹനാണ് വെർബ് ടു കുക്ക്. അത് ഇഹ് ആയതുകൊണ്ട് കോഹേന്ന് എഴുതി. ഇഹ് കോഹെ ഗൺ.
ഇനി ഇഹ് എന്തായി ഇഷ്ടമല്ലാത്തത്? അയ്യോ എല്ലാം ഇഷ്ടമുള്ളതാണല്ലോ. ചാറ്റ് നിഷ്ട് സോഗൺ. ചാറ്റിൻ്റെ പ്രൊനൗൺസിയേഷൻ അത് തന്നെയല്ലേ? chatten, ഷോ chatten, 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 chatten. Okay, next. Meine Hobbys, meine Freunde. Ordnen Sie die Substantiv, die Wortliste im Kursbuch auf Seite 151 bis 158. Ordnen Sie die Substantiv, die Wortliste im Kursbuch. Okay. ഒന്നുമില്ല. ഈ പറയുന്ന വാക്കുകൾ ദർ ആണെങ്കിൽ ഇവിടെ എഴുതുക, ദസ് ആണെങ്കിൽ ഇവിടെ എഴുതുക, ദീ ആണെങ്കിൽ ഇവിടെ എഴുതുക. ബുഹ് ദസ്സാണ്, ദസ് ബൂഹ്. സ്റ്റാർട്ട് ദറാണ്, ദർ സ്റ്റാർട്ട് എന്ന് വെച്ചാൽ എന്താ? സിറ്റി. ബുഹ് ബുക്ക്. കീനോ, കീനോ ദസ് കീനോ എന്ന് തോന്നുന്നു. കീനോ കീനോ ദി കീനോ ദസ് കീനോ എന്ന് തോന്നുന്നു. ദസ് കീനോ. Okay, these are nouns, so capital letter. Musik, die Musik. Rucksack, der Rucksack. Freund, der Freund. അല്ലെങ്കിൽ ഫ്രോയിൻഡിൻ, ഫ്രോയിൻ്റെ ഒക്കെ വന്നേനെ. ഫ്രോയിൻഡ് ഇസ് ദർ ഫ്രോയിൻഡ്. ഹോബി, ദസ് ഹോബി. അങ്ങനത്തെ കുറേ ഇംഗ്ലീഷ് വാക്കുകൾ. ഹോബി നമ്മുടെ ഇംഗ്ലീഷിലും ഹോബി എന്ന് തന്നെയല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനത്തെ കുറേ വാക്കുകൾ ദസ്സാണ് കൂടുതലും തന്നെ. പിന്നെന്താ? ഔട്ട് ബാൻ, ദി ഔട്ട് ബാൻ. ഇതിൽ ഈ സ്റ്റട്ട് എനിക്ക് സംശയമുണ്ട്, ഇങ്ങനെ വരാൻ വഴിയില്ല. ഇറ്റ് ഈസ് ദർ റൂക്സാക്ക്, ദർ ഫ്രോയിൻഡ് ആൻഡ് ദി സ്റ്റാർട്ട്. അതെ. സിറ്റി ദി ആണ്. ഓക്കേ. Was ist richtig? A oder B? Kreuzen Sie an. ഹോർണല്ലല്ലോ. ഓക്കെ, ജസ്റ്റ് ടിക്ക് ചെയ്താൽ മതി. ഹീസ് റീഡിങ് എ ബുക്ക്. സോ ഇഹ് ലേസെ സെയർ ഗൺ, ഇഹ് ലീബെ ബ്യൂഹർ. ഇഹ് ലേസെ സെയർ ഗൺ, ഇഹ് ലീബൻ ബ്യൂഹർ. ഇല്ല, ഇഹ് ഒരാളേ ഉള്ളൂ. അപ്പോൾ ഇഹ് ലേസെ സെയർ ഗൺ, ഇഹ് ലീബെ ബുഹ്. ബുക്സ്. ഓക്കെ. സി കോഹൻ ഗൺ, സി ഹാബൻ nur ein Hobby kochen. Sie kocht gern, sie hat nur ein Hobby kochen. കോൺജുഗേഷൻ ആണോ? Ich lese, wir lesen. Ich liebe, wir lieben. Sie haben, sie hat. Sie kochen gern. ഈ രണ്ട് സെൻറ്റൻസും തമ്മിൽ ആകെ ഓക്കെ. ദിസ് സി. spielt gern Fußball und ist super. ഈ സി മറ്റേ സി കോഹൻ
ഫോർമലായിട്ട് നമ്മൾ പറയുന്ന സി ഓർ നമ്മൾ ദേ എന്ന് പറയുന്നത് ഇതാണ്. സി കോഹ്റ്റാണ്. ഷീസ് എ വുമൻ. ഫീമെയിൽ ഫെമിനിൻ വരുമ്പോൾ ഈ സി കോഹ്റ്റ് ആ കോൺജുഗേഷൻ വരും. അതുകൊണ്ട് ദിസ് ഇസ് റൈറ്റ് അല്ലേ? ഓക്കെ. spielt gern Fußball und ist super. Spielt gern Fußball und sie ist super. C ആണ്, അല്ല. മാസ്കുലിൻ, സി ആണ് ഫെമിനിൻ. ഓക്കെ. Was ist richtig? Kreuzen Sie an. Ich reise. Conjugation. Gern. Tom kocht. എറിൻ്റെ കോൺജുഗേഷൻ വരും. ആണല്ലേ? നീന സിയുടെ കോൺജുഗേഷൻ പെണ്ണ്. സിങ്റ്റ്. വിയർ ലേസൻ. ടോം ആൻഡ് മാർക്കസ് 2 പേരുണ്ട്, പ്ലൂറൽ. അപ്പോൾ സി ആയിരിക്കും വരുന്നത്. സ്പീലൻ. und du ലീസ്റ്റ്. ദൂവിൻ്റെ കോൺജുഗേഷൻ എന്താ? ലീസ്റ്റ്. ഇതല്ല. സീഗൺ ഫ്രൗ വെബർ. ടാൻസൻ. അല്ല അല്ലേ? അത് ഇപ്പോൾ ബഹുമാനിക്കുവാണെങ്കിൽ ടാൻസൻ സി എന്ന് പറയാം. അതെ, കറക്റ്റ്. ബഹുമാനിച്ചതാ. ചാറ്റസ്റ്റ് ദുകൾ. ഓക്കെ. ആക്ച്വലി ഇതൊക്കെ കറക്റ്റാണോ എന്നിപ്പോൾ എങ്ങനെയാണ് നോക്കുക? നമുക്ക് ChatGPT ചോദിച്ചാലോ? ChatGPTനൊന്നും ഇതുപോലത്തെ ഇതിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ ChatGPTയോട് ചോദിച്ചു. ഇത് തെറ്റി. സി ഫ്രൗ ഫെമിനിൻ ആയതുകൊണ്ട് ടാൻസ്ഡ് സി, ആ സി ആണ് ഉദ്ദേശിച്ചത്. പിന്നെ ബാക്കിയെല്ലാം ശരിയാ. ഓക്കെ. വാസ് മാഹൻ ദി ലോയിറ്റ് എർഗെൻസൻ സി ദി എൻറ്റുങ്ങൻ. ഓക്കെ, ഇതും കോൺജുഗേഷൻ തന്നെ. യൂലിയ schwimmt gern. യൂലിയ ഉണ്ട്. നീന ജോഗൻ ഗൺ. ഗ്രിഗോർ ഗേറ്റ് ലീസ്റ്റ്. നീന ഉണ്ട്. ഗ്രിഗോർ ഹ്യോറൻ. 2 പേരില്ലേ? ഇയർ ഫോട്ടോഗ്രാഫിയർട്ട്. ടി ആഡ് ചെയ്താൽ മതിയല്ലോ. ഇഹ് സിംഗ്. വിയർ ചാറ്റൻ. ദു കോക്സ്റ്റ്. എസ് ടി ആഡ് ചെയ്യണമല്ലോ. സി റൈസൻ. ഓക്കെ. ഷൈബൻ സി സെയ്റ്റ്സെ. എമിലി നിഷ്ടുഗൺ ചാറ്റൻ. എമിലി ചാറ്റൻ നിഷ്ടുഗൺ. ഇനി ബോറിസ് ടാൻസൻ ഗൺ. ആദ്യം എന്താ? സബ്ജക്റ്റ് ഇവിടെ ബോറിസ് ആണ്. അപ്പോൾ ബോറിസ് ടാൻസൻ എന്നുള്ളത് കോൺജുഗേറ്റ് ചെയ്യുക. ബോറിസ് കോൺജുഗേഷനിൽ വരും. ആണാണല്ലോ.
tanzt gern. ഇവ ഫോട്ടോഗ്രാഫിയർട്ട് sehr gern. ബാക്കി എഴുതിയാണ് സബ്ജക്റ്റ് പിന്നെ വെർബ്. ഇവ und നീന റൈസൻ ഗൺ രണ്ടുപേരില്ലേ സി ഫോം. ഇല്ല ഈന സ്പ്രിസ്റ്റ് ഇതാണ് ആക്ച്വലി ഈ ആക്ച്വലി ഐ ആവും സ്പ്രഹൻ്റെ കോൺജുഗേഷനിൽ. സ്പ്രിക്സ്റ്റ് ഗേൺ ഡോയ്ഷ്. ബോറിസ് ലീസ്റ്റ് nicht gern. ഇത് ശരിയാണോ നോക്കട്ടെ. ബോറിസ് ഇവ ഫോട്ടോഗ്രാഫിയർട്ട് sehr gern. റൈസൻ ഗൺ ഈന സ്പ്രിക്സ്റ്റ് ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തു, അത് കറക്റ്റാണ്. Schreiben Sie die Verben in der richtigen Form. Ich höre sehr gern Musik, aber ich tanze nicht gern. Andrea spiele, small letter ആയിരിക്കണം വെർബ് ആയതുകൊണ്ട്. Und sie chattet ഉണ്ടാവോ? Chattet auch gern. Andrea എങ്ങനെ spielen? Andrea spielt. Chattet. Kaja und Tom joggen nicht gern, aber sie schwimmt. Tom geht und hört അല്ലേ. മാർക്കുസ് ഉണ്ട്, ഹാനസ്, ഹോഹൻ, സി ലേസൻ, നീന ഉണ്ട്, വിയർ എന്ന് പറയുമ്പോൾ അത് തന്നെ റൈസൻ ഉണ്ട്, വിയർ ഫോട്ടോഗ്രാഫിയർ. ഓക്കെ, കാച്ച ഉണ്ട്, ടോം ജോഗൻ, സി ഷുമ്മൻ, രണ്ടുപേരുണ്ട്. ഗേറ്റ് he go at gate. Okay. He here er hört. Oh, correct. Okay. Fifth exercise. Gehen wir ins Kino? Are we going to the theater? Gehen wir. അതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? വിയർ വി ഗെയിൻ വിയർ ഗെയിൻ വി ഗോ.
അത് പോകുന്നുണ്ടോ, നമ്മൾ പോകുന്നുണ്ടോ എന്നുള്ളത് പോകുന്നുണ്ടോ നമ്മൾ എന്ന് തിരിച്ചെഴുതും. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദിക്കണത്? ഗെയിൻ വിയർ പോകുന്നുണ്ടോ ക്വസ്റ്റ്യൻ മാർക്ക്. ഗെയിൻ വിയർ എവിടേക്ക്? ഇൻസ്കീനോ. ഗെയിൻ വിയർ ഇൻസ്കീനോ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വെർബ് ആദ്യം, അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ വേർഡ്. നോർമൽ സെൻറ്റൻസിൽ എങ്ങനെയാണ്? വിയർ ഗെയിൻ ഇൻസ്കീനോ. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ പോകുന്നുണ്ട് തിയേറ്ററിൽ. നമ്മൾ പോകുന്നു തിയേറ്ററിൽ. പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ പോകുന്നുണ്ട് അല്ലെ പോകുന്നു തിയേറ്ററിൽ എന്ന് പറയുമ്പോൾ വിയർ ഗെയിൻ ഇൻസ്കീനോ എന്ന് പറയാം. ക്വസ്റ്റ്യൻ ചോദിക്കുക, നമ്മളിന്ന് പോകുന്നുണ്ടോ? ഗെയിൻ വിയർ ഇൻസ്കീനോ. ഓക്കെ. ഫസ്റ്റ് എക്സസൈസ്. Wochen Tage. Welche Wörter sind Deutsch? Markieren Sie, ergänzen Sie Ihre Sprache. ഏതൊക്കെ വാക്കുകളാണ് ജർമ്മൻ എന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇത് ഇംഗ്ലീഷാണ്, ഇതൊന്നും ജർമ്മൻ. ഡോൺസ്റ്റാഗ്, മൊണ്ടാഗ്, ഡീൻസ്റ്റാഗ്, തേഴ്സ്ഡേ. ഫ്രൈറ്റാഗ്, ഫ്രൈഡേ. മിറ്റ്വോch, വെനസ്ഡേ. സാംസ്റ്റാഗ്, സാറ്റർഡേ. ഡീൻസ്റ്റാഗ്, ട്യൂസ്ഡേ. മോണ്ടാഗ്, മൺഡേ. ഓക്കെ. ഓരോ ബോക്സിൽ ഓരോന്ന്. മോണ്ടാഗ്, ഡീൻസ്റ്റാഗ്, മിറ്റ്വോch, ഡോണസ്റ്റാഗ്, ഫ്രൈറ്റാഗ്, സാംസ്റ്റാഗ്, സോൺടാഗ്. ഓക്കെ, ഇപ്പോഴാണ് എക്സസൈസ് തന്നെ മനസ്സിലായത്. ഇതിനകത്ത് ഏതായാലും ജർമ്മൻ എന്ന് മാർക്ക് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഇത് നമ്മുടെ ലാംഗ്വേജിൽ ഇതിനെന്തിനാ പറയാന്ന്. തിങ്കളാഴ്ച. ഓക്കെ, ഞാൻ എഴുതിയ അലമ്പാവും, സോ ഞാൻ എഴുതില്ല. ഷ്രൈബൻ സി ദി വോഹനൻ്റെ വോഹൻ ടാഗെ. ഷ്രൈബൻ സി ദി വോഹൻ ടാഗെ. സോൺടാഗ്, മോണ്ടാഗ്, മോണ്ടാഗിനൊരെണ്ണല്ലേ. ഡീൻസ്റ്റാഗ്, മിറ്റ്വോch, ഡോണർസ്റ്റാഗ്, ഓദർ അല്ലേ. ഓദർ എന്ന് വെച്ചാൽ അല്ലേ എന്ന് നമ്മളിങ്ങനെ സെൻറ്റൻസിൻ്റെ അവസാനം പറയില്ലേ, അതല്ലേ ഓദർ എന്ന് വയ്ക്കുക. ഫ്രൈറ്റാഗ് ഓദർ. ഫ്രൈഡേ അല്ലേ. സാംസ്റ്റാഗ്, സൺടാഗ്, മോൺടാഗ്. ഓക്കെ, നെക്സ്റ്റ്. Ergänzen Sie, notieren Sie das Lösungswort. Okay. ഈ പിക്ചർ വെച്ചിട്ടാണോ ഈ വാക്കുകൾ കണ്ടുപിടിക്കേണ്ടത്? ഇതിപ്പോൾ ഓരോന്നിനോരോന്നാന്ന് തോന്നുന്നു. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഷ്വിംബാഡോ അല്ലെങ്കിൽ ഷ്വിമ്മനോ എന്തെങ്കിലും ആയിരിക്കും. നോക്കട്ടെ. ഇതിപ്പോൾ കഫേ അത്ര. ഇതിപ്പോൾ എന്താ റെസ്റ്റോറൻ്റ് ആയിരിക്കും. റെസ്റ്റോറൻറ്റ് അല്ലേ ആയിരിക്കും. ഇതെന്താ ആർട്ടാണോ? ആർട്ടിന് ക്യൂൻസ്റ്റ് എന്നാണ് പറയുന്നത്. ക്യൂൻസ്റ്റ് ഇല്ലല്ലോ. പിന്നെയാണ് ചെക്ക് ചെയ്യട്ടെ. തിയേറ്റർ. തിയേറ്റർ. തിയേറ്റർ അല്ല കേട്ടോ, തിയേറ്റർ. ഇനി ഇത് മ്യൂസിയമാണ് അത്രേ. ഓക്കെ, ഇത് സിനിമ ടിക്കറ്റ് അല്ല, അപ്പോൾ കീനോ. ഷിംബാഡ്. ഫ്രോയിഡാണ് ലോസുങ് വ്യോർട്ട് എന്ന് വെച്ചാൽ എന്താ? ലോസുങ് എന്ന് വെച്ചാൽ സൊല്യൂഷൻ.
വോർട്ട് എന്ന് വെച്ചാൽ വേർഡ്, സൊല്യൂഷൻ വേർഡ്. ഓക്കെ. അടുത്തത് ഹ്യോറൻ സി വാസ് മഹന്തി പെർസോണൻ ക്രോയ്സൻ സി അൻ. Aufgabe 5. ഓക്കെ. ഹ്യോറൻ പ്ലേ ചെയ്യാൻ പോവാണ്. ഹ്യോറൻ സി വാസ് മഹന്തി പെർസോണൻ ക്രോയ്സൻ സി അൻ. Aufgabe 5d. Was machen die Personen? 1. Gehen wir ins Café? Ja, gern. Wann? Heute. Nein, das geht leider nicht. Am Freitag? Ja, das geht. 2. Gehen wir ins Theater? Ja, gern. Wann? Am Freitag. Nein, das geht leider nicht. Ich habe am Freitag nicht frei. Und am Samstag? Ja, das geht. Gut. 3. Gehen wir am Samstag ins Schwimmbad? Ins Schwimmbad? Nein, ich schwimme nicht gern. Okay. Gehen wir ins Fußballstadion? Ja, super. Wann denn? Wann ist das Spiel? Am Sonntag. Ja, das geht. Das ist super. Das kann ich nach Kapitel 2. R1. Okay. Schreiben Sie einen Dialog. Achten Sie auf die Satzzeichen. Okay. Schreiben, to write. Dialogue. Achten Sie, attention, ശ്രദ്ധിക്കുക. Auf die Satzzeichen. Sentence change, അല്ലേ? Change of sentence. Satzzeichen. Punctuation marks. Oof, my bad. പഞ്ച്വേഷൻ മാർക്സ്. ക്വസ്റ്റ്യൻ മാർക്കാണോ, കോമയാണോ, കുത്താണോ, ഇതൊക്കെ ശ്രദ്ധിക്കുക. ഗെയിൻ വിയർ, ഈ സെൻറ്റൻസ് നീട്ടി ചെയ്ത് ഗെയിൻ വിയർ അ മൊണ്ടാക് ഇൻസ് കഫേ. ഇനി അടുത്തത് 9. ദസ് ഗേറ്റ് ലൈഡർ നിഷ്ട്. സെൻറ്റൻസ് അല്ലേ, അപ്പോൾ ഇവിടെ കുത്ത്. ഗേറ്റ് എസ് അം ഡീൻസ്റ്റാഗ്. ഗേറ്റസ് എന്ന് ചോദിക്കുന്നത് പോയാലോ. 9 കഴിഞ്ഞ് കോമ വേണം. പിന്നെ യാ കഴിഞ്ഞും കോമ വേണം. ദസ് ഗേറ്റ് കുത്ത്. Schreiben Sie ja, nein, Fragen. Gehen wir am Dienstag im Museum? ഞാൻ പറഞ്ഞില്ലേ, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? ഫസ്റ്റ് പൊസിഷനിൽ എഴുതേണ്ടത് എന്താണ്? അതിൻ്റെ വെർബാണ് ഗെയിൻ വിയർ. അല്ലെങ്കിൽ എന്താണെങ്കിലും സിറ്റ്സൻസി, കൊമ്മൻസി, ഗെയിൻസി എല്ലാത്തിനും ഫസ്റ്റ് വെർബ്. എന്നിട്ട് നമ്മൾ എന്താണോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ക്വസ്റ്റ്യൻ വേർഡ്. Ja, nein, Frage. Yes or no question. Wir am Montag ins Museum gehen. Gehen wir am Dienstag ins Museum gehen. Gehen wir am Dienstag ins Museum? Ja, അടുത്ത question. Ihr am Mittwoch ins Kino gehen. Gehen ആണ് ഇതിനകത്തും question. Gehen ഇയർ. ഗെയിൻ വിയർ ആയതുകൊണ്ട് ഗെയിൻ. ഇനി ഇയർ ആണെങ്കിൽ കോഞ്ചുഗേറ്റ് ചെയ്യണ്ടേ. ഗേറ്റ് ഇയർ am Mittwoch ins Kino. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. അടുത്തത് ദു ആണ്. അപ്പോൾ
ഗേസ്റ്റ് ദു. Donnerstag ins Theater. Theater capital, Kino capital, it's a noun. അടുത്തത് സി. സി ആകുമ്പോൾ ഗെയിൻ. ഗെയിൻ സി ഫ്രൈറ്റാഗ് ഇൻസ് റെസ്ത്രോ. Gehen wir am Samstag ins Schwimmbad? Gehen Sie am Sonntag ins Fußballstadion? ഇതിൽ നമ്മൾ എന്താ പഠിച്ചത്? ഗെയിൻ എന്ന വെർബിൻ്റെ കോൺജുഗേഷനാണ് ഈ എക്സസൈസിൽ പഠിക്കാനുള്ളത്. ഇഹ് ഗേ ദു ഗേ എസ് ടി ഗേസ്റ്റ്. എർ സി എസ് ആണെങ്കിൽ ഗേറ്റ്. ബിയർ ഗെയിൻ. ഇയർ ഗേറ്റ്. സി ഗെയിൻ. നെക്സ്റ്റ് Satzmelodie. Frage oder Antwort. Ergänzen Sie oder lesen Sie laut. Hören Sie gern Musik. Satzmelodie. ആ സെൻറ്റൻസിൻ്റെ ടോൺ അത് ചോദ്യമാണോ ആൻസർ ആണോ എന്ന്. അതുമാത്രമല്ല, ചോദ്യമാണെങ്കിൽ അതൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം, അല്ലെങ്കിൽ കുത്തിടണം. ഇപ്പോൾ ഹ്യോറൻ സി ഗേൺ മ്യൂസിക്. ഹ്യോറൻ സി വെർബ് ആദ്യം വന്നത് കണ്ടോ, എന്നിട്ടാണ് അടുത്തത്. അപ്പോൾ അതൊരു ചോദ്യമല്ലേ. ഹ്യോറൻ സി കേൾക്കാറുണ്ടോ? ഹ്യോറൻ സി ഗേൺ മ്യൂസിക്. ഇനി ഗെയിൻ സി ഗേൺ ഇൻസ് കീനോ, അതും ഒരു ചോദ്യമാണ്. ഗെയിൻ സി പോവാറുണ്ടോ? ഹലോ യൂലിയ കുത്ത്. കുത്ത്. വിഗേറ്റ്സ്. വിഗേറ്റ്സ് ഒരു ചോദ്യമാണ്. ഹലോ ഗ്രിഗോർ വിഗേറ്റ്സ് ഡിയർ. യാ. ഓ, ഇതിൻ്റെ ആൻസർ ആണോ? ഹ്യോറൻ സി ഗേൺ മ്യൂസിക്. യാ സേർ ഗേൺ. Und Sie? Nein, nicht so gern. Und Sie? Danke, gut. Und dir? Und dir? Wie geht es dir? Danke, sehr gut. Und dir? Okay. Hören Sie und kontrollieren Sie. Okay. Just കേൾക്കുക, എന്നിട്ട് നമ്മളതെങ്ങനെയാണ് അവർ പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. ഹ്യോറൻ സി നോ ഹൈൻമാൽ und sprechen Sie mit. ഓക്കെ, അതൊരു പ്രാവശ്യം കേൾക്കുക, ഒന്നും കൂടെ കേൾക്കുക, എന്നിട്ട് അതിൻ്റെ ഒപ്പം പറയാൻ ശ്രമിക്കാൻ. ഓക്കെ. Aufgabe 6b. Satzmelodie. Frage oder Antwort. 1. Hören Sie gern Musik? Ja, sehr gern. Und Sie? 2. Gehen Sie gern ins Kino? Nein, nicht so gern. Und Sie? 3. Hallo Julia, wie geht's? Danke, gut. Und dir? Wie geht's dir? 4. Hallo Gregor. Wie geht es dir? Danke, sehr gut. Und dir? ഓക്കെ. Satzmelodie. Frage oder Antwort. Ergänzen Sie. അതേ തന്നെ, സെയിം എക്സസൈസ്. മൊൺടാഗ്. മൊൺടാഗ്. വാസ് മാഹൻ മിയർ മൊൺടാഗ്. നമ്മൾ പറഞ്ഞില്ലേ, മൊൺടാഗിന് ഫ്രണ്ടിൽ എപ്പോഴും നമ്മൾ ദിവസം പറയുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എപ്പോഴും എന്ന് പറയും. വാസ് മാഹൻ വിയർ മൊൺടാഗ്. ക്വസ്റ്റ്യൻ. വാസ് ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം.
Dienstag. Am Dienstag. Geht es am Dienstag? Mittwoch. Am Mittwoch. Julia kommt am Mittwoch. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. യൂലിയ വന്നു മിറ്റ്വോഹിൽ. Donnerstag. Arbeiten Sie am Donnerstag? Freitag. Am Freitag. Ins Café gehe ich am Freitag? Question. അല്ല. ഇൻസ് കഫേയിൽ പോയി ഞങ്ങൾ ഫ്രൈഡേ. അത്രേ ഉള്ളൂ. ഇതൊരു ചോദ്യമല്ല, ആരോടും ചോദിക്കുന്നതുമല്ല. ഇറ്റ്സ് എൻ ഇൻഫർമേഷൻ. സാംസ്റ്റാഗ്. അം സാംസ്റ്റാഗ്. വാസ് മഹൻ സി അം സാംസ്റ്റാഗ്? അതൊരു ക്വസ്റ്റ്യൻ വേർഡാണ്, ക്വസ്റ്റ്യനാണ്. സോൺടാഗ്. അം സോൺടാഗ്. ഫ്രൈ ഹാബെ ഇഹ് അം സോൺടാഗ്? ഫ്രൈ ഹാബെ ഇഹ് അം സോൺടാഗ്. ഓക്കെ, ഇറ്റ്സ് സ്റ്റേറ്റ്മെൻറ്റ്. ഫ്രീ ആണ്. ഹാബെ ഇഹ് അം സോൺടാഗ്. Hören Sie und kontrollieren Sie. Hören Sie noch einmal und sprechen Sie mit. Okay. The last one delete. So it will be easy for us. Aufgabe 6e. Satzmelodie. Frage oder Antwort? Montag? Am Montag? Was machen wir am Montag? Dienstag? Am Dienstag? Geht es am Dienstag? Mittwoch. Am Mittwoch. Julia kommt am Mittwoch. Donnerstag? Am Donnerstag? Arbeiten Sie am Donnerstag? Freitag. Am Freitag. Ins Café gehe ich am Freitag. Samstag? Am Samstag? Was machen Sie am Samstag? Sonntag. Am Sonntag. Frei habe ich am Sonntag. Okay. Mein Beruf. My Beruf. Profession. ജോലി. ഓർഡിനൻസ് ഈസു. ഹാറൂൺ അർസ്ലാൻ ഈസ്റ്റ്. അത് നമ്മൾ അർബൈറ്റ്സ് ബുക്കിൽ അല്ല കുർസ് ബുക്കിൽ ചെയ്ത ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. എനിക്ക് ഓർമ്മയില്ല ഓരോരുത്തർ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. കുർസ് ബുക്ക് എടുക്കേണ്ടി വരും. ഇതെന്തായാലും ഒരു arbeitet 50.000 Menschen ist Techniker Wolfsburg arbeiten. കറക്റ്റ്. ഓക്കെ. arbeitet ബുക്ക് വേണ്ട, അല്ലാതെ ബൈ ലോജിക്ക് തന്നെ നമുക്കിത് കണക്ട് ചെയ്യാവുന്നുള്ളൂ. അവിടെ ജോലി ചെയ്യുന്നു എത്ര പേര്? 50.000 Menschen in Wolfsburg arbeiten by Volkswagen in Volksburg. Say. Herr Arslan hat 2 Tage frei. ഏതൊക്കെ ദിവസങ്ങളാണ്? Montag und Dienstag. Away. Ergänzen Sie. Hat, ist, lernt, reist, studieren, studiert. ഇത് ഓൾറെഡി അവർ കോൺജുഗേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ലേൺട്ട്, ലേണൻ. സ്റ്റുഡിയറൻ തന്നെ. ടു ലേൺ, ടു സ്റ്റഡി. റൈസൻ. To travel. Okay. Silke Jonas is studentin. See, studiert architecture in Köln ആണെന്ന് എനിക്ക് തോന്നുന്നു. സി സ്റ്റുഡിയറൻ അല്ല, സ്റ്റുഡിയർട്ട്. സി ഡാഷ് ഫോൺ മൊണ്ടാഗ് ബിസ് ഡോൺസ്റ്റാഗ്. സി ലേൺ
Am Freitag, Samstag und Sonntag hat ist sie frei ആണോ hat sie frei ആണോ? Colleen hat ist sie frei ആയിരിക്കും. In Köln hat 606 Studenten in Architecture. So viele. Silke Jonach learned auch Spanish. Sie reist nach. Okay. Check ചെയ്യട്ടെ. ഇത് ഹാറ്റാണ്. സൺടാഗ് ഹാറ്റ് സി ഫ്രൈ കോൾ സ്റ്റുഡിയറൻ പഠിക്കുന്നുണ്ട്. 600 സൺസ് ആണ് ഇവിടെ ലാൻഡ്. ഇസ്റ്റ് കുറേ തെറ്റിച്ചു. ഓക്കെ, ഇപ്പം എന്താ ഇത് പറഞ്ഞേക്കുന്നത്? സിൽക്ക് ഒരു സ്റ്റുഡൻറ്റിനാണ്, ആർക്കിടെക്ചറിന് പഠിക്കുന്നു. മൺഡേ ടു ഡോണസ്റ്റാഗ് ആൾ യൂണിയിലാണ്. ഇസ്റ്റ് ഫോൺ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഫ്രീ ആണ്. ഹാറ്റ്സി ഫ്രൈ. കോണിൽ 670 സ്റ്റുഡൻസ് സ്റ്റുഡിയറും ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. സിൽക്കെ യോണസ് സ്പാനിഷ് ലേൺ ചെയ്യുന്നുണ്ട്. സി റൈസ്റ്റ് ഗൺ നാഹ് സ്പാനിയൻ. ഓർഡിനൻസ് ഈ ഫ്രാഗനുണ്ട് അൻവോട്ടൻസു. വാസിസ് ഫാബിയൻ ഹ്യോഫ്ലിഗർ ഒരാളുടെ പേര്. ബെറൂഫ് എന്താണ്? ടാക്സി ഫാററാണ്. ഓക്കെ. വോ ആർബൈറ്റഡ് ഹെർ ഹ്യോഫ്ലിങ്ങർ. ഇത് കണ്ടോ? ഇപ്പം ഒരാളുടെ പേര് പോൾ ജോസഫ് എന്നാന്ന് വിചാരിക്കും. അതായത് നമ്മൾ ഹെർ യോസഫ് എന്നേ വിളിക്കുകയുള്ളൂ. അമൽ ഡേവിസ്, ഹെർ ഡേവിസ്. അമല പോൾ, ഫ്രൗ പോൾ. പ്രിയ വാര്യർ. ഫ്രൗ വാര്യർ വി എന്ന് തോന്നുന്നു. അങ്ങനെ. വാസിസ് ഫാബിയൻ ഹ്യോഫ്ലിങ്ങർ ഫോൺ ബെറൂഫ് ടാക്സി ഫാറർ, ടാക്സി ഡ്രൈവർ. വോ ആർബൈറ്റഡ് ഹെർ ഹ്യോഫ്ലിങ്ങർ. എവിടെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്? ബൈ ടാക്സി സെൻട്രൽ. ടാക്സി സ്റ്റാൻഡ്. വാൻ ആർബൈറ്റഡ് എർ am Montag. എപ്പോ? വൻ. വാസ് ഒന്നും കൂടെ. വൻ ഹാറ്റർ ഫ്രൈ 6 ടാഗ്. വൻ ആർബൈറ്റഡ് എപ്പോൾ ജോലി ചെയ്യുന്നു? 6 ടാഗ്. എപ്പോഴാണ് ഫ്രീ? മോണ്ടാഗ്. ഓക്കെ. വാസ് വാട്ട് വോ വെയർ വൻ വെൻ. 3 ക്വസ്റ്റ്യൻ വേർഡ്സ് ഇതിനകത്ത് പഠിച്ചു. പിന്നെ മൊൺടാഗ്, ഡീൻസ്റ്റാഗ്, മിറ്റ്വോഹ്, ഡോണസ്റ്റാഗ്, സാംസ്റ്റാഗ്, സൺടാഗ്. അതിൻ്റെ മുമ്പിലൊക്കെ ഇടും എന്ന് മനസ്സിലായി. പിന്നെ ഒരാളുടെ പേരിൽ സെക്കൻഡ് നെയിം വെച്ചിട്ട് ഹെർ അല്ലെങ്കിൽ ഫ്രൗ എന്ന് എഴുതിയിട്ട് ആ പേര് എഴുതും. അങ്ങനെയാണ് ജർമ്മനിയിൽ ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഓക്കെ. സാലൻ. ഷ്രൈബൻ സി ദി സാലൻ ഇൻ ദി ടബല്ലേ. നമ്മൾ നമ്പേഴ്സ് ഓൾറെഡി പഠിച്ചതാണ്, അത് ജസ്റ്റ് എടുത്ത് എഴുതാൻ. ഓക്കെ. 10 സെയിൻ. 20 ഇവിടെ സ്വാൻസിക്. 30 ദ്രൈസിക്. അതെവിടെ? ദ്രൈസിക്.
40 ഫിയർസിക്. 50 ഫ്യുൻസിക്. 60 ഫ്യുൻസിക് സെക്സിക് സീപ്സിക് അഹ്സിക് നയൻ സിക് 100. 1000 ആയിരുന്നെങ്കിലോ 1000. Hören Sie und notieren Sie die Zahlen. Schreiben Sie then die Wörter. ആദ്യം നമ്പർ എഴുതുക, എന്നിട്ട് അതെന്താണെന്ന് എഴുതാം. ഇറ്റ്സ് 7A oder. ഓക്കെ. Aufgabe 7e. Zahlen. A. 27. B. 39. C. 42. D. 51. E. 63. F. 76. G. 85. H. 94. ഓക്കെ, ഇനി ഇത് എഴുതാൻ. 9 und 30. 2 und 40. 1 und 50. 3 und 60. 6 und 70. 5 und 80. 4 und 90. 90. Spielen Sie mit 2 Würfeln. Sprechen Sie die Zahlen. മറ്റേ ഡയസ്. വ്യൂർഫെൽ ഇസ് ഡയസ്. നമ്മൾ ഗെയിം കളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന 6 വരെയുള്ള ഡയസ്. ഡബിൾ ചെക്ക്. ക്യൂബ്. Notieren Sie Pluralformen. എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്? എർസ്റ്റേ എർസ്റ്റിൻ, എർസ്റ്റേ എർസ്റ്റിനൻ, ഡോക്ടർ, ബറൂഫെ പ്രൊഫഷൻ അല്ലെങ്കിൽ ജോബ്, ബ്യൂഹർ ബുക്ക്, കഫെ കഫെ, ഫ്രൗവൻ വുമൻസ്, ഹോബീസ് തിയേറ്റർ, മിറ്റാർബൈറ്റർ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾ, കൊളീഗ്, നേഷ്റ്റെ നൈറ്റ്, സ്റ്റുഡൻറ്റിൻ നെൻ സ്റ്റുഡൻസ്, ടാക്സി ഫാറർ, വ്യോർട്ടർ. ഇത് മുഴുവൻ ആ
കുർസ് ബുക്കിലെ എക്സസൈസിലെ ഓരോ വാക്കുകളാണ്. ഇതോരോന്നും എടുത്ത് എഴുതുക. ഓക്കെ. Der Taxifahrer. Die Taxifahrer. ടാക്സിഫാറർ തന്നെയാണ്. ഇനി മിറ്റാർബൈറ്റർ, കൊളീഗ്, കോവർക്കർ. അത് ദറാണെങ്കിൽ ദർ അങ്ങനെ തന്നെ. ദി വിമൺ പ്ലൂറലാണെങ്കിൽ ദി മിറ്റാർബൈറ്റർ, അത് തന്നെ, മാറ്റില്ല. ബെറൂഫ് ആണെങ്കിൽ ദി, അതിൻ്റെ കൂടെ ഒരു ഇയും കൂടെ ആഡ് ചെയ്യണം, ബെറൂഫേ. ആർസ്റ്റ് ആണെങ്കിൽ ദി സ്റ്റേ. ദി നാഷ്ട് ആണെങ്കിൽ ദി നാഷ്ടെ, എ ആഡ് ചെയ്യണം. ദസ് ഹോബി ദി ഹോബീസ്. ഈ ഇംഗ്ലീഷിനോട് സിമിലാരിറ്റി ഉള്ള, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് വന്നിട്ടുള്ള ചില വാക്കുകൾ, ഇപ്പോൾ ഹോബി തന്നെയാണല്ലോ ഇംഗ്ലീഷിലും. അങ്ങനത്തെ വാക്കുകൾക്ക് പൊതുവെ എസ് ആണ് നമ്മൾ പ്ലൂറലായിട്ട് ആഡ് ചെയ്യാറ്. അതൊരു ഫോർമാറ്റാണ്. ദി ഫ്രൗ, ദി ഫ്രൗവൻ. ദി സ്റ്റുഡൻറ്റ്, ദി സ്റ്റുഡൻറ്റീനൻ. ദി എയർസ്റ്റിൻ, പെണ്ണ്, ഡോക്ടർ. ദി എയർ, ആദ്യം അത് എഴുതുക, എയർസ്റ്റി എന്നിയൻ, എർസ്റ്റിനൻ. ദസ് വ്യോർട്ട്, ദി വ്യോർട്ടർ. ദസ് ബുഹ്, ദി ബ്യൂഹർ. ദസ് കഫേ, ദി കഫേ തന്നെയാണ്, അല്ല, കഫേസ്. ദസ് കീനോ, ദി കീനോസ്. Okay, next. Was sind Sie vom Beruf? Wie heißen Sie diese Beruf? Notieren Sie unter dem Bild. Ergänzen Sie in Ihrer Sprache. നമ്മുടെ സ്പ്രാഹയിൽ ഓക്കെ. ആദ്യത്തെ എന്താ, ഹൗസ് മൈസ്റ്റർ എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആൾ, ഇലക്ട്രീഷ്യൻ. ഇലക്ട്രീഷ്യനെ നമ്മുടെ ഭാഷയിൽ എന്താ പറയണേ? കറണ്ട് നന്നാക്കാൻ വന്ന ആൾ. എനിക്കറിയില്ല, ഇലക്ട്രീഷ്യൻ്റെ മലയാളം എനിക്കറിയില്ല. അടുത്തത് ടീച്ചറാണ്. അപ്പോൾ ദി ലേററിങ്, അധ്യാപിക. ഞാൻ എഴുതുന്നില്ല എന്തായാലും. ഓക്കെ. ദിസ് വൺ, ദർ പ്രോഗ്രാമിയറർ. പ്രോഗ്രാമർ. അടുത്തത് ജേർണലിസ്റ്റ്. ദി അല്ല, ജൂറിസ്റ്റിൻ. ലോയർ. Entschuldigung. ദി യൂറിസ്റ്റിൻ ആണോ ജൂറിസ്റ്റിൻ ആണോ? വിൽ ഡബിൾ ചെക്ക്. ദി യൂറിസ്റ്റിൻ, the lawyer. Die Juristin. Okay. Der ഇലക്ട്രിക്കർ, അതും ഇലക്ട്രീഷ്യനാണ്. ഇത് ഹൗസ് മൈസ്റ്റർ എന്ന് വെച്ചാൽ Entschuldigung, ഇലക്ട്രീഷ്യൻ എന്നല്ല, ആലെ, ഇൻ ഹൗസ്. ഇതുണ്ട്, പെയിൻറ്റിങ്, ഇലക്ട്രിക്കൽ വർക്ക്സ്, പ്ലംബിങ് എല്ലാം ചെയ്യും. ആലെ ഇൻ ഹൗസ്.
ഹൗസ് മാഹൻ. ഇത് ടീച്ചർ, നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം താഴെ. ഇത് പ്രോഗ്രാമർ, ലോയർ. ഇത് ഇലക്ട്രീഷ്യൻ. Notieren Sie 3 weitere wichtige Berufe. Arbeiten Sie mit dem Wörterbuch. ഇതിനകത്ത് ഡോക്ടറില്ലല്ലോ. ഇപ്പോൾ ദി എയർസ്റ്റിൻ. എഞ്ചിനീയർ, ദർ ഇൻജിനിയർ. പിന്നെ ഒരു ജോലി, ആർക്കിടെക്ചർ, ദ ആർക്കിടെക്റ്റ്. ഓക്കെ, അടുത്തത് ഇൻ്റർവ്യൂ. Fragen Sie Ihren Partner, Ihre Partnerin. Notieren Sie die Informationen. Ich fragen mein Partner. Okay. ഇതൊരു ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, arbeiten zu zweit, രണ്ടുപേരായിട്ട് അത് വർക്ക് ചെയ്യുക. പാർട്ട്ണർ ആണാണെങ്കിൽ പാർട്ട്ണർ, പെണ്ണാണെങ്കിൽ പാർട്ട്ണറിൻ. എന്തായാലും ഈ ക്വസ്റ്റ്യൻ എന്താണെന്നും അതിൻ്റെ മീനിങ് എന്താണെന്നും പറയാം. Was sind Sie von Beruf? What are you by profession? What are you by profession? പ്രൊഫഷണലി താങ്കൾ എന്താകുന്നു എന്ന് ചോദിക്കില്ലേ? ആദ്യത്തേത് സി ഫോമിൽ ബഹുമാനിച്ച് ചോദിച്ചേക്കുന്നു. രണ്ടാമത്തേത് ഫ്രണ്ട്സിനോട് ചോദിക്കുന്ന പോലെ ഇൻഫോർമലായിട്ട് ചോദിച്ചേക്കുന്നു. വാസ് ബിസ്തു ഫോൺ ബെറൂഫ്, ബൈ പ്രൊഫഷൻ നിങ്ങൾ എന്താണ്, താങ്കൾ എന്താണ്, അങ്ങനെ. വോ ആർബൈറ്റൻ സി, വോ എവിടെ, എവിടെ. ആർബൈറ്റൻ സി എവിടെ വർക്ക് ചെയ്യുന്നു, ആർബൈറ്റൻ ടു വർക്ക്, എവിടെയാണ് താങ്കൾ വർക്ക് ചെയ്യുന്നത്. വോ ആർബൈറ്റസ് ടു, എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, സി ഫോം ദു ഫോം. വോ സ്റ്റുഡിയറൻ സി, എവിടെയാണ് പഠിക്കുന്നത്. വേർ ഡു യു വർക്ക് അല്ലെങ്കിൽ സ്റ്റഡി. ക്വസ്റ്റ്യൻ മാർക്ക്. വൺ ആർബൈറ്റൻ സി, വെൻ ഡു യു വർക്ക്. വൺ haben Sie frei, when do you have free. ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ടൈം. Was machen Sie gern, what do you like. What do you like, എന്താ ഇഷ്ടം. Was machen Sie. What do you like to do. machen, what do you like to do. machen to do. Was machen Sie nicht gern. What do you do not. What do you like not to do. Like, do not like to do. To do. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ റിപ്പീറ്റ് ആഫ്റ്റർ മീ. അപ്പോൾ നിങ്ങളുടെ ഔഷ്പ്രാഹ ലൈക്ക് പ്രൊണൗൺസിയേഷൻ ബെറ്റർ ആവും. വാസ് സിൻ സി ഫോൺ ബെറൂഫ്. Was bist du von Beruf? Wo arbeiten Sie? Wo arbeitest du? Wo studieren Sie? Wo studierst du? Wann arbeiten Sie? Wann arbeitest du? Wann haben Sie frei? Wann hast du frei? Was machen Sie gern? Was magst du gern? Was machen Sie nicht gern? Was machst du nicht gern? Next. Berufe. Männer und Frauen ergänzen sie. Männer, Men's, ആണുങ്ങൾ, boys. Frauen, ladies,
ergänzen Sie. Der Arzt, die Ärztin, der Student, die Studentin, die Technikerin, der Techniker, Taxifahrer, der Taxifahrer. Der Professor, die Professorin, der Ingenieur, die Journalistin, der Architekt. Ihre Beruf. I am the Ärztin. I'm a doctor. That's something about me. Okay. Der engineer, first one, പിന്നെ രണ്ടാമത്തെ സ്റ്റുഡൻറ്റ്, ദി സ്റ്റുഡൻറ്റിൻ, TIN, ടെക്നിക്കർ, പ്രൊഫസോറിൻ, RIN, engineer, INGEN, IEUR, okay, journalistin, listin, architect, correct. Next. Ergänzen Sie die Verben in der richtigen Form. Was bist du von Beruf? Wo arbeitest du? Frau Müller ist. Sie arbeitet. Ich habe. Sie ist. Wir arbeiten. Wir haben. Okay, check ചെയ്യട്ടെ. Okay, correct. Schreiben Sie Sätze. Ich bin പേര് Anna. Ich arbeite bei some firma. Amazon. I don't know. Ich studiere. Arbeite. Studiere. കാരണം എന്താ ഇഹിൻ്റെ കൂടെ കോൺജുഗേറ്റ് ചെയ്യണം. In German Institute. Ich arbeite von Montag bis Freitag. Ich habe am Samstag und am Sonntag frei. Suchen, okay. Jahreszeiten in Dach. Jahreszeiten, Season. സീസൺ നമ്മൾ പഠിച്ചായിരുന്നല്ലോ. ഹെർബ്സ്റ്റ്, ഫ്രൂയിങ്. Suchen Sie die Monate und die Jahreszeiten. Markieren Sie. മന്തും ഓരോ സീസണും. അത് പ്രോപ്പറായിട്ട് എനിക്കറിയില്ല, പക്ഷെ മാസങ്ങളുടെ പേരുകളും കണ്ടുപിടിക്കാം നമുക്ക്, സീസൺ ടൈമും കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, ഓക്കെ മൈ, ഡിസംബർ, മാർച്ച്,
ഏപ്രിൽ, ഓഗസ്റ്റ്, പിന്നെ യൂണി, പിന്നെ ജാനുവരി, ജാനുവാർ, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, യൂലി, ഓഗസ്റ്റ്, സെപ്റ്റംബർ, എവിടെ പോയി, സെപ്റ്റംബർ, ഒക്ടോബർ എവിടെ, ഒക്ടോബർ, നവംബർ, ഡിസംബർ കിട്ടി, നവംബറും കൂടി ഉള്ളു. നവംബർ, ഇവിടെയുണ്ട് നവംബർ. ഇനി വിൽ ട്രൈ സം അതർ കളർ, ഗ്രീൻ ഓർ സ്കൈ ബ്ലൂ. ഇനി മാസം, സീസൺ, സമ്മർ, ഹെർബ്സ്റ്റ്, വിൻ്റർ, ഫ്രൂലും. ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ. Welches Wort passt nicht? Streiten Sie durch. Okay. Das Kino, Theater, Museum. Der Frühling എന്ന് വെച്ചാൽ എന്താ? സ്പ്രിംഗ് സീസൺ. ഫ്രൂലിംഗ് ഇതിൻ്റെ കൂടെ പോവില്ല. ദി പ്രൊഫസോറിൻ, പ്രൊഫസർ, സ്റ്റുഡൻറ്റ്, ഫിർമ, യൂണി. ഇതിനകത്ത് ഫിർമയാണ് ചേരാത്തത്. യൂണിവേഴ്സിറ്റി, സ്റ്റുഡൻറ്റ്, പ്രൊഫസർ എല്ലാം ചേരും. ദർ ആർസ്റ്റ്, ദർ ടെക്നിക്കർ, ദർ യോണാലിസ്റ്റിൻ, ദസ് ബുഹ്. ഇത് മൂന്നും ഒരു പ്രൊഫഷനാണ്. ഡോക്ടർ, ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഒരു IT വർക്കർ, യോണാലിസ്റ്റിൻ, ജേർണലിസ്റ്റ്. ദസ് ബുഹ് ചേരില്ല. ദി സ്റ്റുണ്ടേ, അവർ. ദർ ടാഗ്, ദിവസം. ദർ മെൻഷ്, ദി വോഹെ. ബാക്കിയെല്ലാം ടൈം പീരീഡാണ്. ഇത് ടൈം പീരീഡ് അല്ല. ദർ ബറൂഫ്, പ്രൊഫഷൻ. ദി ഫ്രൈസൈറ്റ്, ഫ്രീ ടൈം. ദി ആർബൈറ്റ് സൈറ്റ്, വർക്കിംഗ് ടൈം. ദർ ആർബൈറ്റ്സ് പ്ലാറ്റ്സ്. ഫ്രൈസൈറ്റ് ആണോ ചേരാത്തത്? പ്രൊഫഷൻ, വർക്കിംഗ് ടൈം, വർക്കിംഗ് പ്ലേസ്. ബറൂഫാണോ ചേരാത്തത്? ആർബൈറ്റ്, വർക്കിംഗ് ടൈം, വർക്കിംഗ് പ്ലേസ്, ഫ്രീ ടൈം. ഐ തിങ്ക് സോ. ഇതൊരു ചെറിയ കൺഫ്യൂസിങ് ആണ്. ഇതെല്ലാം ചേരുന്നുണ്ട്. ഓക്കെ. വെൽഹെ വെർബൻ പാസിൻ, നോട്ടിയറൻ സി. ഔട്ടോ, ഫാറൻ. ഔട്ടോ വേഴ്സസ് ഔട്ടോ. ദസ് ഔട്ടോ, കാർ. ഫാറൻ, ടു ട്രാവൽ. ദ സ്വിംബാഡ്, ബാത്ത് ടബ് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ. ഷിംബാഡിൽ ഷ്വിമ്മൻ. ബുഹ്, ലേസൺ ചെയ്തു, വായിച്ചു. ദർ ഫൂസ്ബോൾ, ഷ്പീലൻ, കളിച്ചു. ദസ് ഫോട്ടോ, ഫോട്ടോഗ്രാഫിയറൻ. നെക്സ്റ്റ്
Willkommen bei. Welche Wörter aus dem Formular passen zu den Fragen? Notieren Sie. Which word? Welche Wörter aus dem Formular passen zu den Fragen? Vornamen, Nachnamen, weiblich, männlich, Geburtsdatum, E-Mail, Telefonnummer, Wohnort, Schule, Arbeit, Interessen, Lieblingsmusik, Lieblingsfilm. ഓക്കെ, ഇതിനകത്ത് ഏതാണ് ഇതിനോട് ചേരണേ? വി ഹൈസൻസി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഫോർനാമയും നാഹ്നാമയും പറയണം. ഓക്കെ. വോ ഫോണൻസി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വോൺ ഓർട്ട് പറയണം. നമ്മൾ താമസിക്കുന്ന സ്ഥലം പറയണം. വോ ആർബൈറ്റൻസി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആർബൈറ്റ് ബൈ ഇവിടെ എന്താണോ എഴുതണേ അത് പറയണം. വാസ് മഹൻസി ഗൺ ഇത് ഇൻറ്ററസാൻ ലീബ്ലിങ്സ് മുസിക് ലീബ്ലിങ്സ് ഫിലിം പറയണം. വാസ് മഹൻസി ഗൺ ചോദിക്കുമ്പോഴും ഓക്കെ. വെൽഹെ മുസിക് ഹോറൻസി ഗൺ ലീബ്ലിങ്സ് മുസിക് പറയണം. ഓക്കെ. ലേസൺ സി ഷ്രൈബൻ സി ദി ഡാറ്റൻ ഇൻസ് ഫോർമുലാർ. ഇയാളുടെ ഓരോ ഡീറ്റെയിൽസും എടുത്തെഴുതാൻ. ആദ്യം ഇത് വായിക്കാം. ടോബിയാസ് ഗ്രൂബർ ist am 7. Dezember 1980 in Deutschland geboren. Wohnt schon 3 Jahre in Wien. Ist Programmierer und arbeitet in einem Krankenhaus. Reist gern und geht auch gern ins Kino. ടോബിയാസ് ഗ്രിന്നർ അദ്ദേഹത്തിൻ്റെ പേരാണ്. ഇസ്റ്റം സീപ്സ്റ്റൺ. ഇത് ഈ ഒരു നമ്പർ എഴുതിയിട്ട് കുത്തിടുന്നതിന് നമ്മൾ സീബൻ പ്ലസ് കുത്ത് സ്റ്റെൻ സീപ്സ്റ്റൺ അങ്ങനെ പറയും. സീപ്സ്റ്റൺ ഡിസംബർ 7th ഡിസംബർ എന്ന് പറയില്ലേ, അതാണ് സംഭവം. ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്നില്ലെങ്കിൽ 1980 എന്ന് പറയാം, അല്ലെങ്കിൽ 1900 എന്നും പറയാം. ഫോർനാമെ ടോബിയാസ്, നാഹ്നാമെ ഗ്രൂബർ. ബർത്ത്ഡേ 7th December 1980. വോൺ ഓർട്ട് എന്ന് വെച്ച് ജീവിക്കുന്ന സ്ഥലം വിയന്ന. ബറൂഫ് പ്രോഗ്രാമിയറർ പോയി. പ്രോഗ്രാമിയറർ. ഹോബി റൈസ്റ്റ് ഗേൺ എന്ന് പറഞ്ഞുകൊണ്ടില്ലേ, തിയേറ്ററിൽ പോകാൻ ഇഷ്ടം. ഫിലിം സെയിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻസ്കീനോ ഗേൻ തിയേറ്ററിൽ പോകാൻ അല്ലെങ്കിൽ സിനിമ കാണാൻ, രണ്ടും ഒന്ന് തന്നെയാണ്, ഒരേ മീനിങ്. Hören Sie das Gespräch? Welche Daten sind richtig? Ergänzen Sie das Formular. ഓക്കെ, അതൊരു ഹ്യോറൻ സെക്ഷനാണ്. ഈ കോൺവെർസേഷൻ കേട്ടിട്ട് ഏതാണ് ഏതിനോട് ചേരുന്നതെന്ന് പറയാം. ഓക്കെ. Das kann ich nach Kapitel 2. R1. Welche Antwort ist richtig? 1. Was machen Sie, Frau Schulz?
അതല്ല. ഓക്കെ, ഇത് ഹ്യോറൻ ചെയ്യാം. Aufgabe 12c. Welche Daten sind richtig? Dann brauche ich noch Ihre Daten. Wie heißen Sie? Mein Name ist Elias Maurer. Wie bitte? Wie ist der Vorname? Elias. Elias. Und der Nachname ist Maurer, richtig? Ja, das stimmt. Elias Maurer. Und wie ist Ihre Adresse, Herr Maurer? Parkstraße 7 in 80734 München. Ich wiederhole, Parkstraße 7. Ja, richtig. In 80734 München. Ja, genau. Haben Sie eine E-Mail-Adresse, Herr Maurer? Ja, elias.maurer@gmx.de. Ich wiederhole nochmal, elias.maurer@gmx.de. Ja, Sie bekommen von mir eine E-Mail, Herr Maurer. Das Okay. Next. Das kann ich nach Kapitel 2. After second chapter. Okay. Hören Sie welche Antwort? ഇത് നമ്മൾ പറഞ്ഞില്ലേ. ദിസ് വി ഡോണ്ട് ഹാവ് ടു ഡു ആക്ച്വലി. കാരണം നമ്മൾ പറഞ്ഞത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞത് എക്സാം സെക്ഷൻ പോലെയാണ്. നമ്മളിത് ചെയ്യുന്നു, അവരതിൽ എന്തോരം സാറ്റിസ്ഫൈഡ് ആണ്, എന്തോരം ബെറ്റർ ആയിട്ട് പറഞ്ഞു എന്നുള്ളത് റേറ്റ് ചെയ്യുന്നു. സോ വി ആർ നോട്ട് ഡൂയിങ് ദിസ്. ഓക്കെ. 2 പേജ് മീനിങ് ഓരോ വാക്കിൻ്റെ. വി ക്യാൻ സോൾവ് ദിസ്. ലേൺ വ്യോട്ട് ഷാർട്സ്. Capitals Y. Learn what shots. Personen. Die Frau. The woman. അപ്പോൾ പ്ലൂറൽ എന്താ? ദി ഫ്രൗവൻ. അതിന് വേണ്ടിയിട്ട് ഇ എന്ന് എഴുതിയേക്കണം. ഇ എന്ന് ആഡ് ചെയ്താൽ പ്ലൂറലായി. ദർ ഫ്രോയിൻഡ് ഫ്രണ്ട്. ദി ഫ്രോയിൻഡിൻ ഫീമെയിൽ ഫ്രണ്ട്, മറ്റേത് മെയിൽ ഫ്രണ്ട്. ഹെർ ജെൻറ്റിൽമാൻ. കൊളീഗ്, കൊളീഗിൻ, കൊളീഗനൻ ഫീമെയിൽ കൊളീഗ്. ഡോയ്റ്റെ പീപ്പിൾ. മെൻഷ് പേഴ്സൺ. മാൻ പേഴ്സൺ, ഒരു പേഴ്സൺ. പാർട്ട്ണർ തന്നെ. പാർട്ട്ണറിൻ. പെർസോൺ. ഇതൊക്കെ അറിയാവുന്നതായതുകൊണ്ട് എഴുതുന്നില്ല കേട്ടോ. ഹോബീസ്. ദസ് ബുക്ക്. ഫോട്ടോഗ്രാഫിയറൻ ഫോട്ടോ എടുക്കുക. ഫ്രൈ സൈറ്റ് ഫ്രീ ടൈം. ഹോബി തന്നെ. ലീബ്ലിങ്സ് ഫിലിം ഫേവറേറ്റ് ഫിലിം. മ്യൂസിക്. ലീബ്ലിങ്സ് മ്യൂസിക് ഫേവറേറ്റ് മ്യൂസിക്. ചാറ്റൻ തന്നെ. കോഹൻ ടു കുക്ക് പാചകം ചെയ്യുക. ലേസൺ ടു റീഡ്. റൈസൺ ടു ട്രാവൽ. ഓക്കെ, നമുക്കിത് അതിന് തൊട്ട് എഴുതാം അല്ലേ. ഓക്കെ, ഈ ഒരു പോർഷൻ മാത്രമായിട്ട് നോക്കുന്ന ആൾക്കാർക്ക് വിൽ ബി ഹെൽപ്ഫുൾ. ദി ഫ്രൗവൻ. ദ വുമൺ. ദ ഫ്രണ്ട് മീൽ. ഇതും ഫ്രണ്ട് ഫീമെയിൽ. ജെന്റിൽമാൻ. colleague female. The people. The person. Partner. Person. Book. Photo. Photograph. Free time. Hobby. Favorite film.
music, favorite music, chat, to cook, to read, to travel, to swim, to sing, to play, to dance, to like, to share girl very much. Hear music. Travel to Paris. Nach Paris reisen, travel to Paris. In der Freizeit. Das Café. Café. Football stadium. Kino, movie theater. Museum, museum. Restaurant, restaurant. Schwimmbad, swimming pool. Theater, theater. Freihaben, to have free time. Weekend I have free time. Ins cafe gehen. To go to cafe. Gehen wir ins Kino, ins Cafe. Yes. Ja, super. Yes, super. Nein, das geht leider nicht. No. Unfortunately, that will not work. അത് നടക്കില്ല. Das geht leider nicht. Berufe und Arbeit. Das Beruf. By profession. പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ ദ ആർക്കിടെക്റ്റ്, ആർക്കിടെക്റ്റ്. ആർക്കിടെക്റ്റിങ് അത് തന്നെ, പക്ഷെ ഫീമെയിൽ. ഡോക്ടർ ഫീമെയിൽ. ബോക്സർ, ബോക്സർ ഫീമെയിൽ. കമ്പനി, ഫിർമ, കമ്പനി, കമ്പനി. നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി. ഞാൻ ഇന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതൊക്കെ പറയില്ലേ, ഞാൻ ഇന്ന ഫിർമയിലാണ് വർക്ക് ചെയ്യുന്നത്. ദി ഫിർമ. ദർ ഇൻജിനിയർ, ദി ഇൻജിനിയറിൻ. എൻജിനിയർ. ജേർണലിസ്റ്റ്, ജേർണലിസ്റ്റ്. ഷെഫ് അല്ലെങ്കിൽ കുക്ക്. ടാക്സി ഡ്രൈവർ.
ബൈ ഫോക്സ് വാഗൻ ആർബൈറ്റ് എന്ന് വെച്ചാൽ വർക്ക് അറ്റ് ഫോക്സ് വാഗനിൽ ജോലി ചെയ്യുക. ബൈ ഫോക്സ് വാഗൻ ആർബൈറ്റഡ്, ഫോക്സ് വാഗനിൽ ജോലി ചെയ്യുന്നു. ടെക്നിക്കർ ബൈ ഫോക്സ് വാഗൻ സൈൻ. ബി technician in Volkswagen. Informationen zur Person. Das Formular. Form. Geburtsdatum. Birth date. What's your birthday? അല്ലെങ്കിൽ date of birth. Geburtsort. Place of birth. Geburtstag, day of birth. Name of name, name, Nachname. First name, last name. Wohnort, home. ലിവിങ് പ്ലേസ്, ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം. മെയിൻലിഹ് മെയിൽ, വൈബ്ലിഹ് ഫീമെയിൽ. ഫോർമുലാർ ഔസ്ഫ്യൂലൻ, ടു ഫിൽ എ ഫോം. ein Formular ausfüllen. ഒരു ഫോം ഫില്ല് ചെയ്ത് തരാൻ പറയില്ലേ, ടു ഫിൽ എ ഫോം. അപ്പോൾ ടു ഫിൽ ഔസ്ഫ്യൂലൻ, ടു ഫിൽ ഔസ്ഫ്യൂലൻ. Was hast du Geburtstag? When is your birthday? Die Woche. Montag, Dienstag, Mittwoch, Donnerstag, Freitag, Samstag, Sonntag. അറിയാം. Der Kalender. The calendar. Tag, day, termin, appointment. Termin, appointment. Ars termin, doctor's appointment. ഫിർമയിൽ ടെർമിൻ, ഒരു കമ്പനിയിൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. നമ്മൾ ഡോക്ടറിനെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുക്കണം. എല്ലാ കാര്യത്തിനും നമ്മൾ ഫോൺ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ടെർമീൻ എന്നുള്ള വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദർ ടെർമീൻ, അപ്പോയിൻമെൻറ്റ്. ദി വോഹെ, വീക്ക്. മോഹനൻ്റെ വീക്കെൻഡ്. ഇനി എന്താ, ഇത് നമുക്കറിയാം. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇൻ ഡിസംബർ എന്ന് വെച്ചാൽ ഇൻ ഡിസംബർ. യാരസൈറ്റിൻ, സീസൺ. ഇതറിയാം, ഫ്രൂലിംഗ്, സമ്മർ, ഹെർബ്സ്റ്റ്, വിൻ്റർ. ഇനി ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും വേറെ വാക്കുകൾ വേണമെങ്കിൽ എഴുതി വെച്ചോളാനുള്ള സ്പേസ് ആയത്. ദി വോഹൻ ടാഗെ und Monat auf Deutsch in ihren Kalender. ഓക്കെ, ഓൾ റൈറ്റ്. ഇത്രയാണ് സെക്കൻഡ് ചാപ്റ്റർ.